ഹായ് ഗൈസ്, എൻ്റെ വൈഫിന് പുറത്ത് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഒരു ഹസ്ബൻഡ് എന്നോട് വന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് കംപ്ലൈൻറ്റ് വൈഫിൻ്റെ അഗേൻസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, വൈഫിന് ഹസ്ബൻഡ് അല്ലാതെ വേറൊരു പുരുഷനായിട്ട് ബന്ധമുണ്ട്, ലവ് അഫെയർ ഉണ്ട്, അവർ ലിവ് ഇൻ റിലേഷൻഷിപ്പിലും കൂടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് എന്താ സൊല്യൂഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എനിക്ക് സാഡ്ലി പറയാനുള്ളത്. കാരണം ഒരു ഭർത്താവിന് വൈഫിൻ്റെ അഗേൻസ്റ്റ് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്ത് ഈ വൈഫിനെ അകത്താക്കാം എന്നൊന്നും വിചാരിക്കേണ്ട, ഒന്നും നടപ്പിലാവില്ല. കാരണം സുപ്രീം കോർട്ട് ഇത് അലൗ ചെയ്തിട്ടുണ്ട്. എഡൾട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒഫൻസ് പണ്ട് ഒഫൻസ് ആയിരുന്നു, ഇപ്പോൾ അത് ഡീക്രിമിനലൈസ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഹസ്ബൻഡിനാണെങ്കിലും ഏതൊരു സ്ത്രീയായിട്ടും ലവ് അഫെയർ ഉണ്ടാകാം, വൈഫ് അല്ലാതെ. അതുപോലെ തന്നെ വൈഫിനും ഹസ്ബൻഡ് അല്ലാതെ വേറെ ഏത് പുരുഷനായിട്ടും ലവ് അഫെയർ ഉണ്ടാക്കാം, ലവ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവാം, ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവാം, എന്തും ആകാം എന്നുള്ളതാണ് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പലർക്കും ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മണ്ടക്കിട്ട് അടിക്കാൻ തോന്നും. പക്ഷേ ഇതൊന്നും തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ പറയുന്ന കാര്യമല്ല, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പം എഡൾട്ടറി കുറച്ച് നാളായിട്ട് അത് ഡീക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം മാരീഡ് ലൈഫിനുള്ള ഒരു വാല്യൂ ഓഫ് കോഴ്സ് കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് കാരണം നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യമാർ ഏതെങ്കിലും പുരുഷനായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്നല്ലാതെ പോലീസ് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ആർക്കും ഇതിനകത്ത് ഇടപെടാനുള്ള റൈറ്റുമില്ല എന്നുള്ളതാണ്. പിന്നെ ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നോട് ദേഷ്യം കാണിച്ചിട്ട് ചില വീഡിയോസ് ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ പലർക്കും ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം എൻ്റെ അഗേൻസ്റ്റ് എടുക്കുന്നുണ്ട് ചില കമൻസിൽ. അപ്പം ഇത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നോ എൻ്റെ മനസ്സിൽ നിന്നോ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇതൊക്കെ ലീഗൽ കാര്യങ്ങൾ, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ലീഗലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്നും തന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ല ഇവിടെ തരുന്നത്. ഓക്കെ. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ഇൻഫർമേഷൻ. ബൈ, സീ യു.